ഉദ്ഘാടന പ്രഭാഷണത്തിനായി IRS റിട്ടയർഡ് കേരള ആദായ നികുതി സർക്കപരിഹാര സമിതി അംഗം ശ്രീ PN ദേവദാസൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. കന്നഡയാണെ പൊട്ടിപ്പോയി. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ KC ഭാസ്കരൻ മാസ്റ്റർ, റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ഹരീഷ് കുമാർ VM, പ്രാർത്ഥന നടത്തിയ കുമാരി ഗോപിക മാധവൻകുട്ടി, എൻ്റെ സുഹൃത്തും ഇവിടുത്തെ വിശിഷ്ടാതിഥിയുമായ റിട്ടയർഡ് ജില്ലാ ജഡ്ജ് ശ്രീ കൃഷ്ണൻകുട്ടി KK, വേറൊരു വിശിഷ്ടാതിഥിയായ ശ്രീമതി സ്നേഹപ്രഭ, ഇവിടെ ആദരിക്കുന്ന ഇവിടെ നിന്ന് ഡോക്ടർ ശ്രീ ഹരികൃഷ്ണൻ, ആദരിക്കപ്പെടുന്ന വേറൊരു ആൾ ശ്രീ സന്തോഷ് ചെറുവാട്ടെ, ശ്രീ പ്രസീദ് ET, ഇവിടെ ആശംസകൾ പറയാനെത്തിയിട്ടുള്ള ശ്രീമതി സരിത V, ശ്രീ മുനീർ വട്ടക്കണ്ടി, ശ്രീമതി സജിത KP, ശ്രീമതി ശശികല പുനപ്പോത്തിൽ, ശ്രീ രാജേഷ് KP, ശ്രീ പുനത്തോട്ടത്തിൽ ഗംഗാധരൻ നായർ, ശ്രീ കുണത്താക്കിൽ മനോജ് കുമാർ, ശ്രീമതി സൈജ സുരേഷ്, പിന്നെ ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ നാട്ടുകാരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഞാനീ പ്രസംഗം തുടങ്ങുന്നതിന് വളരെ ഹൃദയഭേദമായിട്ടുള്ള ഒരു വാർത്ത അറിഞ്ഞുകൊണ്ടാണ്. ഇന്നിവിടെ മരിച്ച ശ്രീമതി ഗീത ഇവിടെ ALP സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച കുട്ടിയായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം പറഞ്ഞ ചന്ദ്രൻ പ്രൈമറി സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ആളാണ്. ഒരു മാസം മുമ്പ് ഞങ്ങളെ കണ്ടവരെ 10 മിനിറ്റ് വർത്തമാനം പറഞ്ഞു, ദിവസം നമുക്കൊന്ന് കാര്യമായിട്ടൊന്ന് കൂടണം, നമുക്ക് കുറേ വർത്തമാനം പറയാനെന്നൊക്കെ പറഞ്ഞ ആളാണ്. പക്ഷേ നമുക്കറിയില്ല, മരണം നമ്മളാരും ക്ഷണിച്ചു വരുന്നതല്ല, നമ്മളെല്ലാവരും ക്ഷണിക്കാതെ നമ്മളെല്ലാവരും തേടിയെത്തുന്നൊരു സംഭവമാണ് മരണം. നമുക്കതിനോടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്താണ് ചെയ്യുക? ഏതായാലും പൈമ്പ്ര ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ, അതായത് പെരയുടെ 10ാം വാർഷികത്തിന് എന്നെ വിളിച്ചതിന് ഞാൻ ഇതിൻ്റെ സംഘാടകരോട് കൃതജ്ഞതയുള്ള ആളാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മണിയടുത്ത് ആയിരിക്കുട്ടുന്നാർ ഇവിടുത്തെ ആളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. അതേപോലെ തന്നെ ഞാനിവിടെ 4ാം ക്ലാസ് വരെ ഇവിടെയുള്ള നമ്മളിപ്പം പൂട്ടിപ്പോയിട്ടുള്ള ALP സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം 10ാം തരം വരെ ഞാൻ പഠിച്ചിട്ടുള്ളത് ഇതിനപ്പുറത്ത് നിങ്ങൾക്കറിയാം പൈമ്പ്ര ഹൈസ്കൂളിലാണ്. അങ്ങനെ ഈ നാടുമായിട്ട് എൻ്റെ അമ്മ കാരന്തൂർക്കാരാണ്, അച്ഛൻ പൈമ്പ്രക്കാരനാണ്. ഞാൻ പഠിച്ചതെല്ലാം ഇവിടെയാണ്. ഇതെൻ്റെ നാട് തന്നെയാണ്. അങ്ങനെയുള്ള എൻ്റെ സ്വന്തം നാട്ടിലെ റെസിഡൻസ് അസോസിയേഷൻ വന്ന് അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉദ്ഘാടനം 10 കൊല്ലം മുമ്പ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ഞാനാണോ എന്ന് സംശയമുണ്ട്, അല്ലേ ചേട്ടാ? 10 കൊല്ലം മുമ്പ് അപ്പോൾ ഞാൻ ഉദ്ഘാടനം നടത്തിയൊരു സംഗതി വളരെ നന്നായിട്ട് പോകുന്നു എന്നുള്ളത് വളരെ വളരെ അഭിമാനാർഹമുള്ളൊരു കാര്യമാണ്. നിങ്ങളെന്നെ വിളിച്ചു, ഞാനൊരു MP ആയിരുന്നു വിളിച്ചത്, ഞാനൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. എന്നാൽ പോലും ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വികാരമാണ്. നിങ്ങൾക്കറിയാം, ഈ പൈമ്പ്രൻ്റെ 2 പൈമ്പ്ര ഉണ്ട്. ഒന്ന് പെരുവട്ടിപ്പാറയുടെ പടിഞ്ഞാറും ഒന്ന് പെരുവട്ടിപ്പാറയുടെ കിഴക്കും.
ഈ പൈമ്പർ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ? ആർക്കും ഈ റോഡിൽ കൂടെ പോകുന്ന ആർക്കും അറിയാൻ പറ്റും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 5 കൊല്ലം മുമ്പ് നമ്മുടെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ജീവനാടിയായിട്ടുള്ള ഈ റോഡ് ഉണ്ടാക്കിയപ്പം പെരുവട്ടിപ്പാറയുടെ എപ്പോഴത്തുള്ള ആൾക്കാരെല്ലാവരും നാട്ടുകാരെ റോഡിന് അർഹതപ്പെട്ട സ്ഥലം വിട്ടുകൊടുത്തു. റോഡ് ഇന്നും വളരെ അതായത് ഇത് PMGRY അല്ല, പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമിക ആണ്, അല്ല PWD ആണ്. PMGRYയിലാണ് ഇതിൽ ഫണ്ടിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ മാനദണ്ഡങ്ങളനുസരിച്ച് ഇത്ര വീതി വേണമെന്നൊക്കെ ഉണ്ട്. ആ വീതിയിൽ പെരുവട്ടിപ്പാറയുടെ കിഴക്ക് ഭാഗത്ത് വിചാരിക്കരുത്, കിഴക്ക് ഭാഗത്ത് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള റോഡ് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ പെരുവട്ടിപ്പാറ കഴിഞ്ഞിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് ആ റോഡിന് വീതി കുറവാണ്. ഞാൻ ഇന്നും നോക്കി പെരുവട്ടിപ്പാറയിൽ വരുമ്പോൾ ഇവിടുന്ന് അതിൻ്റെ മധ്യഭാഗം മാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അപ്പുറത്തോട് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നാട്ടുകാർ സ്ഥലം വിട്ടു കൊടുത്തില്ല. അത് തന്നെ ഈ പടിഞ്ഞാറുള്ള പൈമ്പ്രക്കാരെയും കിഴക്കുള്ള പൈമ്പ്രക്കാരുടെയും സ്വഭാവം വ്യക്തമാക്കുന്നൊരു കാര്യമാണ്. ഈ പറയുന്ന പടിഞ്ഞാറുള്ള പൈമ്പ്രക്കാർ എൻ്റെ എത്രയോ സുഹൃത്തുക്കളുണ്ട്, പക്ഷേ കൃഷ്ണൻകുട്ടി ജഡ്ജുണ്ട്. എന്നാലും ഈ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അന്ന് ഞാൻ മറ്റൊരു ഈ റോഡ് ഉണ്ടാക്കിയായിരുന്നത് ഈ കുരുട്ടൂർ പഞ്ചായത്തിൻ്റെ 5 ജീവനാടിയായിട്ടുള്ള ഈ റോഡ് വളരെ നല്ലൊരു റോഡാവുമായിരുന്നു. പക്ഷേ എന്തായാലും ഈ സ്ഥലം വിട്ടുകൊടുത്ത്, അതായത് PMGRYയുടെ എല്ലാ യോഗ്യതകളുള്ള ഒരു റോഡ് നിർമ്മിച്ചതിനുള്ള ഈ ഭാഗങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ നാട്ടുകാരുടെ നല്ല മനസ്സുകൊണ്ടാണ്. അതിന് പെര അംഗങ്ങളായിട്ടുള്ള എല്ലാ നാട്ടുകാരും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. പിന്നെ പല റെസിഡൻസ് അസോസിയേഷനിലും പ്രവർത്തനം തുടങ്ങും, അതിന് ശേഷം അത്ര കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും നടത്താറില്ല. ഒരു നാംകേ വാസ്ത അല്ല, ഒരു പേരിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പക്ഷേ പെര കഴിഞ്ഞ 10 കൊല്ലമായിട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തനം നടത്തുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇന്ന് നമ്മളോട് സെക്രട്ടറി പറഞ്ഞു വേറെ പല കാര്യങ്ങളും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരട്ടെ. പിന്നെ ഞാൻ എമോഷണലി ചന്ദ്രൻ മരിച്ച ഗീത ഞാൻ കണ്ടു കുറേ കാലമായി. പക്ഷേ ചന്ദ്രൻ എൻ്റെ വലിയൊരു ഫ്രണ്ടാണ്, അതുകൊണ്ട് എനിക്കധികം സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പൈമ്പ്ര ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ പെരയ്ക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരാരംഭം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. നന്ദി ശ്രീ ദേവദാസൻ. അടുത്തതായി 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ വിശിഷ്ട അതിഥിയായ ബഹുമാനപ്പെട്ട റിട്ടയർഡ് ജില്ലാ ജഡ്ജ് ശ്രീ കൃഷ്ണൻകുട്ടി KK അവകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.